ചേട്ടത്തി ഞാൻ ബാങ്കിൽ പോകുകയാണ് കേട്ടാ. ചേട്ടത്തി ഇത് ഇവിടെ പോയി കിടക്കുകയാണ്. എവിടെയെങ്കിലും ചെന്ന് കിടക്കാനായിട്ട് ചേട്ടത്തി എന്നാ പട്ടിക്കുഞ്ഞ ഒറ്റ തൊടി വെച്ചെന്നുണ്ടല്ലോ. ചേട്ടത്തി എന്താണ്ടാ വിളിച്ചത്? പട്ടിക്കുഞ്ഞെന്നാ. ഞാനൊരു സാമ്യം പറഞ്ഞതാണ്. ഒരു സാമ്യം പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറയണം കേട്ടാ. അങ്ങനെയാണെങ്കിൽ എരുമക്കുഞ്ഞ്. അനിയ ചുടിച്ചു പണം കേട്ടാ. നോക്കിക്കോണേ കേട്ടാ പൈലി. അത് ഞാൻ ഏറ്റി ചേട്ടത്തി. എടാ നാറി, നിന്നാളെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിരുന്ന് തിന്നല്ലെന്ന്. കൊച്ചു മുതലാളി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്റെ ഒടുക്കത്തെ ഒരു തീറ്റി. തീറ്റിക്ക് അങ്ങനെ നേരവും കാലം വല്ല ഉണ്ടാ? അല്ല, കൊച്ചു മുതലാളി ഇത് എവിടെ പോകുകയാണ്? ബാംബെയില് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള മീൻകപ്പലിന്റെ കായ് ബാങ്കിൽ വന്നിട്ടുണ്ട്. അത് മേടിക്കാൻ പോകുകയാണ്. അതിന് കൊച്ചു മുതലാളിക്ക് കാശണ്ണി മേടിക്കാൻ വല്ല അറിയായ? നീ പാടാ ചിങ്കട്ടി. പുട്ടുംകട ഞാൻ വാരി കയറ്റണത് പോലല്ല മുതലാളിപ്പണി. നീ വാടാ പൈ. അർദ്ധന അല്പരാത്രിക്ക് കൊട പിടിക്കണ്ട. ചേട്ടതി കുറച്ച് പുട്ടും കൂടെ തരുക. കത്രീനെ ഈ ബ്ലാക്കിന് കുറച്ച് പുട്ടൂടി കൊണ്ടക്കൂടെ. കറിയും വേണം കേട്ടാ. ഇതെന്നാ കത്രി ചേച്ചി ഇത്രയും മൂക്കി വലിക്കാനാ? അല്ല, ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരം. എന്തൊരു ആർത്തിപ്പണ്ടാറുവാണ് ഇന്നാ ഇത് നിങ്ങൾ തന്നെ നിന്നാ എനിക്കെങ്ങും വേണ്ട കേട്ടാ. വേണ്ടെങ്കി വേണ്ട, ഇതങ്ങ് പട്ടിക്ക് കൊടുത്തേക്കാം. അല്ല പിന്നെ എന്താ കത്രീന ചേച്ചി? എന്റെ പൊന്നു മകളെ, ഇപ്പൊ തന്നെ 10-12 കുറ്റി പുട്ട് തിന്നു കാണും. എന്നിട്ടും ചോദിക്കാണ് ഇനിയില്ലേന്ന്. കൊടുക്കണവർക്ക് നാണം വന്ന്. ഓ വന്ന് ബ്ലച്ചിക്കൊച്ചിനറിയാല്ല. എന്നാങ്കിലും കഴിക്കണമെങ്കിൽ നന്നായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുതും. നീ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കണ്ടാ ഇങ്ങനെ സ്നേഹമുള്ളവര്. എന്റെ മാതാവെ കൊണ്ടുവരുന്നു കണ്ട. വയറ് നിറച്ച് കഴിച്ചോളണം, ഒന്നും മിച്ചം വെക്കരുത് കേട്ടല്ലോ. അപ്പൊ പാത്രവും വേണ്ട? അയ്യോ, പാത്രം വേണം. ഇത് കണ്ട ഇങ്ങനെ വേണം തിന്നാൻ തരാൻ കേട്ടാ കത്രിയെ. നീ വലിയ കൊമ്പസ്രാവായിരിക്കും. എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിച്ച് കറി വെക്കും കേട്ടാ. ഓ പിന്നെ നമ്മ തമ്മി ഇഷ്ടാണെന്നാ തുറക്കാര് പറയണത്. ആണോ? എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് കേട്ടാ. ഒരു ഒറ്റ അടി വെച്ചതാണല്ലോ. മര്യാദക്കിരുന്ന് ആഹാരം കഴിച്ചിട്ട് അപ്പനോട് പൊക്കം. ഓ, ഒരു ബ്ലാക്ക് ആയിട്ട് നടക്കുന്നു. നിങ്ങൾ തമ്മി പ്രേമാണ്. ആ കെട്ടാൻ പോണയാണ്. എന്നതാണ് നിനക്ക് ജീവിതം മടുത്ത? ചേടതി കെട്ടിയതാണ്. ആണ്. ജീവിതം മടുത്തിട്ടാണ് കെട്ടിയത്. എടാ മരക്കഴുതേ, ഓ ആ പെങ്കൊച്ചിനെ കെട്ടാമെന്ന് 2 എണ്ണം കെട്ടുന്നതിന് മുമ്പ് ചത്ത്. അറിയാവാ? ആദ്യം പോലീസിലൊരു വലിയ ആഫീസറെ കൊണ്ട് കല്യാണം ഉറപ്പിച്ച് കെട്ടാൻ വന്ന വഴിക്ക് ലോറി ഇടിച്ച് ചത്ത്. രണ്ടാമത്തത് ലക്ഷങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞൊരു കലക്കട്ടറെ കൊണ്ടുവന്ന് അമിട്ടും കുണ്ടുമൊക്കെ പൊട്ടിച്ചാണ് സ്വീകരിച്ചത്. കെട്ടാൻ വേണ്ടി പന്തലിൽ കയറിയതും കുണ്ടിനേക്കാ ചത്തത്തിൽ ചങ്കു പൊട്ടി അയാളും ചത്ത്. ഇപ്പൊ ആരെ കിട്ടാത്തത് കൊണ്ടാണ് നിന്നെ കേറി പിടിച്ചത്. നിന്നെ കെട്ടിയാ പിന്നെ മുതലാളിക്ക് തല്ലാനും മകാക്ക് കൊല്ലാനും ആളായില്ല. അപ്പൊ ബ്ലച്ചിക്കൊച്ച് കാലനാണല്ലേ? കോലനല്ല കോലി. അവൻ അടുക്കള കാണും. പതുക്കത്തിനടാ തൊണ്ടേ തങ്ങി ചത്തു. ഇത് മലമ്പാമ്പ് കോഴിയെ തിന്നണ മാതിരി ഉണ്ടല്ല. ഞങ്ങൾ തിന്നൂന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് വേണ്ട കേട്ടാ. പെട്ടെന്നൊന്ന് വന്നാ മതി. തല്ലാനാണ് ഞാനില്ല കേട്ടാ. തല്ലാനല്ലെന്നേ, നിന്റെ അപ്പൻ ഷാപ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കണെന്ന്. നിന്നെ ഇപ്പൊ കാണണമെന്ന് ഞങ്ങൾ വിളിക്കാൻ വന്നതാണ്. അപ്പൻ ഷാപ്പിലാണ്. അപ്പൻ ഷാപ്പിലാട്ട് പോവാ. അങ്ങോട്ട് നോക്കിയേ. ഇത് പ്രേമമൂത്ത് നെറിയ കയറിയെന്നാണ് തോന്നുന്നത് കേട്ടാ. പുതിയ പോലീസ് ഓഫീസർ കെട്ടാൻ വന്നിട്ട് നടക്കാതെ പോയത് ബ്ലാക്കിന്റെ ഭാഗ്യം. ഞാൻ വിചാരിച്ചു മുല്ലപ്പൂ തലയിലിട്ടതിന് എന്നെ ചീത്ത വിളിക്കുമെന്ന്. വിളിച്ചേനെ, പക്ഷെ നല്ല വാസനയുള്ള പൂവാ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഈ തുറ മുഴുവൻ നടന്ന് പറിച്ച പൂവാണ് കേട്ട. അസ്തറ മേടിച്ച് തേക്കാൻ പറഞ്ഞാ തേക്കത്തില്ലല്ല. ആ മീനാച്ചി കൊച്ചിന് എന്നാ മണമാണ്. ആ മണം പിടിക്കാൻ നീ ഇപ്പൊ അവരുടെ കൂടെ പോവുകയാണല്ലോ. ബ്ലച്ചിക്കൊച്ചിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. എനിക്കെന്തിനാ ഇഷ്ടക്കേട്? നീ പോയി മീനു ചേച്ചിയെ മരുന്ന് പറിക്കാൻ സഹായിച്ചോ? യവൻ പോയാ പിന്നെ തരകച്ചായന്റെ ബാഡി ഗാർഡിന് എന്നാ ചെയ്യും? അതിന് ഞാൻ വരണവരെ പുള്ളിക്കാരൻ വിവരക്കേടൊന്നും പറയാതിരുന്നാ മതിയല്ല. ആരാണ്ടോ വിവരക്കേട് പറഞ്ഞത്? എടാ, നിനക്കെന്തെങ്കിലും സംശയമാണെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ പറഞ്ഞു തരുമല്ല. എന്നാണ് ഞാനും പറഞ്ഞതല്ലേ. നീ ഇവിടെ വർത്താനം പറഞ്ഞാണ്ട് നിന്നു. എടാ, മീനാക്ഷി കൊച്ചിന് കാട്ടിപ്പോയി മരുന്ന് പറിക്കാനുള്ളതാണ്. കാട്ടുമൃഗത്തെ പേടിച്ചിട്ടാണ് ഈ കാട്ടാമൃഗത്തെ മതിയെന്ന് ആ കൊച്ചു പറഞ്ഞത്. പിന്നെ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നിന്നെ മൂസദിന്റെ വീട്ടിലെത്തിച്ചേക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. വേഗം കുളിച്ചിട്ട് പോകാൻ നോക്കടാ. അതിന് ഞാൻ മെനിഞ്ഞാന്ന് കുളിച്ചതാണല്ല. ആഹാ, എന്നാ ഈ കൊല്ലം നീ കുളിക്കാണ്ട. വേഗം പോകാൻ നോക്കടാ. ഒട്ടൻ ചങ്കര
മീനാക്ഷി കൊച്ചെ കാട്ടിപ്പോയി മരുന്ന് പറിക്കാനെന്ന് പറഞ്ഞിട്ട് ഇതെന്നാത്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കണത്? എന്നെ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ എടുക്കാൻ പോകുകയാണ്. ഈ വിളക്കുകളും പൂജാദ്രവ്യങ്ങളും ഒക്കെ കണ്ടിട്ടാവണം ഇയാളിങ്ങനെ ഭയപ്പെടുന്നത്. പക്ഷെ എന്റെ ചികിത്സാവിധിയിൽ ഈശ്വരാധീനത്തിനാണ് മുൻതൂക്കം. ആയുർവേദത്തിൽ അത് പറയുന്നുണ്ട്. മീനാക്ഷി കൊച്ചെ, നമുക്ക് കാട്ടി മരുന്ന് പറിക്കാൻ പോവാ. ചുമ്മാ അങ്ങനെ കാട്ടിപ്പോവാൻ പറ്റില്ല ബ്ലാക്ക്. ആ. ഇവിടെ ചില പൂജയൊക്കെ ഉണ്ട്. പൂജ അങ്ങനെ വരട്ടാ. എന്നാ കൊണ്ടുവാ. ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കൊറായി. അത് തിന്നാനുള്ളതല്ല. ഏ? ഏ? ഇയാളെന്തിനാണ് എന്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ പോണത്? ഇയാളാള് ശരിയല്ല കേട്ടാ. നോട്ടം കണ്ടാലറിയാം. ഈ പൂജകൾ കഴിയുമ്പോൾ നിന്റെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ മാറി ശുദ്ധമാണ്. ആ. എന്നിട്ടേ മരുന്ന് പറിക്കാൻ പോകാൻ പാടുള്ളൂ. കടലിൽ പോന്നവന്റെ മേത്ത് അഴുക്കില്ലെന്നറിയത്തില്ല ഇയാൾക്ക്, മണ്ടൻ. അഴുക്ക് മാത്രമല്ല, എനിക്കൊരു മണം ഉണ്ടെന്ന് ബ്ലാക്ക് പറയാറില്ലേ? ആ ഉണ്ട്. ആ, അതുപോലൊരു നല്ല മണം ബ്ലാക്കിനും ഉണ്ടാവും. അപ്പൊ ഇതിനേക്കാൾ സുന്ദരനാകും. എന്നിട്ട് ഞാൻ തൊറയെ പോയി ബ്ലച്ചിക്കൊച്ചിനെ മണപ്പിക്കും. അപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ഒത്തിരി ഇഷ്ടാവും. അപ്പൊ പറയുന്ന അനുസരിക്കല്ലോ. ഇത് അങ്ങോട്ട് കൊടുക്കുക. ഇത് മാത്രം നടക്കത്തില്ല കേട്ടാ. ഞാൻ കറുത്തതേ ഉടുക്കൂ. തൊറയിൽ എല്ലാവർക്കും അറിയാല്ല. മീനുക്കൊച്ചെ, ഇങ്ങനാണെങ്കിൽ ഞാൻ പോകയാ. വേണ്ട, അതവിടെ വെച്ചേക്ക. നീ തന്നെ കൊടുത്താ മതി. എന്റെ അമ്മോ, ഇതെന്തൊരു സ്വരമാണ്. കരടി അമർന്ന പോലെ ഉണ്ടല്ല. നിങ്ങ എങ്ങനെയാണ് ഇയാളെ സഹിക്കണത്? എങ്കി പൂജ തുടങ്ങട്ടെ ബ്ലാക്ക്. മണം കിട്ടാൻ വേണ്ടിയല്ല, തുടങ്ങിക്കാം. പക്ഷെ മീനുക്കൊച്ച് അടുത്ത് തന്നെ വേണം. എടാ മകനെ, നിനക്കെന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ? അതാ നിന്റെ നാക്കാ മൂസത് പറിച്ചെടുത്ത? അതാ നീ വല്ല മരുന്ന് കൊടുത്ത് കയറ്റിയ? അല്ല, എന്നെ കടാലെടുത്ത് കയറ്റുമല്ല. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ. ഇതെന്ത് പറ്റി? ഇനി കാട്ടിൽ പോയപ്പോ വല്ല പ്രേതം മറ്റേ കൂടിയതാണ്. എടാ വെക്ക, നീ ആ കുരിശെടുത്തോണ്ടൊന്ന് മുത്തിച്ച് നോക്കിക്കേ. വലിയ കുരിശാണ്. ആ, ഒന്ന് വെക്കം കൊണ്ടുപോവാ. അതെടുക്കാൻ പറ്റിക്കല കേട്ടാ. അതെന്താണ്? അതിന് കർത്താവ് കിടക്കിയ. ഓ, എന്റെ ട്രീസേ, കുരിശെടുക്കാൻ നീയല്ലാണ്ട് ഈ കുരിശനെ പറഞ്ഞു വിടുമാ? നോട്ടം കണ്ടാ, നോട്ടം കണ്ടാ. ആ, ഞാൻ മീനാക്ഷി കൊച്ചിനോട് ചോദിച്ചിട്ട് വരാം. ഇവരെന്നാ പറ്റിയെന്ന് അറിയണമല്ല. ട്രീസേ, വേഗം വാ. എടാ വന്ന്. എടാ മരക്കഴുതേ, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? നിനക്ക് വിശക്കുന്നില്ലേ? ദേ നോക്കി, നീ മിണ്ടാതിരുന്ന ഒരു രസമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറ ബ്ലാക്കേ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് ചോദിക്കേ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയും. അയ്യോ, ഇവനെ ഒന്ന് മിണ്ടിക്കാൻ ഞാൻ എന്താ കർത്താവേ ചെയ്യണ്ടേ? നീ ഇത് കണ്ടോ? മീനു ചേച്ചി ഷൂട്ട് ചെയ്തതാ. ബ്ലാക്ക് കലക്കിയിട്ടുണ്ട്. കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലേ കിട്ടൂ. എന്നാ നമുക്ക് ബാംബേക്ക് പോവാം. ഞങ്ങ തമ്മി ഇഷ്ടാണെന്ന് തുറക്കാര് പറയണത് കള്ളമല്ല, സത്യാണ്. അപ്പൻ എന്നാട് എന്തോരം സ്നേഹമുണ്ട്. ഈ കടലോളം പോരാ, എന്നാ ഈ ഭൂമിയോളം അതും പോരാ. പിന്നെന്തോരം വേണം? നമ്മുടെ ചെമ്പരത്തിന്റെ ഷാപ്പിലെ പുട്ടുപോലത്തെ കപ്പയില്ലേ, അത്രയും വേണം. ഞാൻ പറഞ്ഞത് പുളൂസല്ല, സത്യമാണ്. അവനിട്ട് പ്ലാന്റടാ, പ്ലാന്റിക്കൂടാ. അതൊന്നുകൂടെ പ്ലേ ചെയ്തായി. എന്താ പറഞ്ഞേ? പ്ലേ ചെയ്യാനോ? മൂസദിന്റെ അടുത്ത് പോയി ഇംഗ്ലീഷും പഠിച്ചോ? ബ്ലാക്ക് ഇത് എന്ത് ചെയ്യാനാ? ഒന്നുകൂടെ പറഞ്ഞേ. പ്ലേയിങ്ങും ചെയ്യാൻ. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു, ഈ ബ്ലാക്ക് രമേശ് ശർമ്മയാണെന്ന്, എന്റെ സ്വന്തം രമേശാണെന്ന്. ഇല്ല, എന്റെ അന്വേഷണം നിർത്താറായിട്ടില്ല. ഞാനും പറഞ്ഞതിപ്പോ രമണന്റെ ചന്ദ്രികയുടെ കഥ പറഞ്ഞ പോലെ ആവുക. ചന്ദ്രിക ഇപ്പൊ രമണന്റെ തിരുപ്പുണ്ടാവും. ചന്ദ്രിക കുഞ്ഞ്, അല്ല മീനാക്ഷി കുഞ്ഞ്, മീനാക്ഷി കുഞ്ഞ്.
ഞാൻ പോയി നോക്കി. ഇപ്പൊ അവൻ മാത്രമേ വീട്ടിലുള്ളു. ശരി. ഞാനും കൂടെ കൂട്ടിന് വന്നാ. ഏയ് വേണ്ട. അപ്പൊ ഞാൻ പോവാവല്ലേ? അയ്യോ കൊച്ചിന്റെ വിക്കറ്റ് തെറിച്ചു. എന്റെ അമ്മ, അയ്യോ. താനിപ്പോ മേലെ ചെന്ന് എന്താ പറഞ്ഞ? അല്ല, ആ കാര്യം ഇങ്ങോട്ട് വന്ന് പറയാനായിട്ട് വന്നപ്പോഴേ മോൾ അങ്ങോട്ട് വന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. സീസറും മീഡിയം അല്ല, സീസറും രണ്ടും പറഞ്ഞത് കള്ളവല്ലെന്ന് ഇപ്പൊ ബോധ്യമായി കേട്ടാ. എന്തോന്ന്? ബ്ലാക്കി തനിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോകാനിരിക്കണാണ് മീനാക്ഷി കുഞ്ഞ്. ആ മന്ദബുദ്ധിയുടെ ഒരു സമയനേ. പെണ്ണെ, നിന്റെ കൊട്ടയിലെ മീനെന്തടി അരയത്തി പെണ്ണെ, അരയത്തി പെണ്ണെ. മോനെ, നീ ഉറങ്ങിയോടാ ബ്ലാക്കേ? എന്റെ മകൻ ഉറങ്ങിയില്ലായിരുന്ന? ആടാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇരിക്ക്. അപ്പൻ എന്നൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. നമ്മളെ ചമ്പരത്തിന്റെ ഷാപ്പിൽ നിന്നാണ്. നല്ല ഒന്നാന്തരം തലയാണ്, 2 കിട്ടിയുള്ളു കേട്ടാ. അപ്പവും കക്കായിറച്ചി. ഇത് കപ്പയാണ്, ഇടിയൻ കപ്പ. ഇക്കിളി വീണ അപ്പൊ വെള്ളം എടുത്തിട്ട് വരാം കേട്ടാ. വെള്ളം കുടിയടാ മകനെ, ഇക്കിള് പൊട്ട്. പൊട്ട് കുടിച്ചോ. വേണ്ട. നീ എന്നാടാ മകനെ ഇങ്ങനെ അപ്പനോട് പിണക്കമാണ്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കാട്ടിൽ മരുന്ന് പറിക്കാൻ പോയത്. മകൻ ഇഷ്ടമായിട്ടല്ലേ? എന്നെങ്കിലും ഒന്ന് പറയടാ. അപ്പനോട് മുമ്പുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പൊ ഇല്ല കേട്ടാ. മണമുള്ള പെണ്ണിനെ കണ്ടപ്പോ നാറ്റമുള്ള അപ്പനെ വെറുത്താടാ. 10 വർഷത്തിന് മുമ്പ് മംഗലാപുരത്തുനിന്ന് മകനെയും കൊണ്ട് ഇങ്ങാട്ട് വന്ന് എന്തിനാണെന്ന് അറിയാവാ? എന്നാ ഞാൻ പറയാ, ഇങ്ങോട്ട് നോക്ക്. എന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. എന്നെ ജീവനായിട്ട് കണ്ട ആളായിരുന്നു അവിടുത്തെ മുതലയാര്. എന്നാട് പോവല്ലേ എന്ന് എന്റെ കാല് പിടിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ കേട്ടാ ഇല്ല എന്നതാണ് കാര്യം. എനിക്കെന്റെ മകനാണ് വലുത്. എനിക്ക് നീ അല്ലാണ്ട് ആരാടാ ഉള്ളത്? ഈ പറഞ്ഞത് ഒന്നും ശരിയല്ല. മീനാക്ഷി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചതല്ല സർ, സത്യവും കൃത്യവുമായ വിവരങ്ങളാണ്. FRCS MDയും ഉള്ള ഒരു ഡോക്ടർക്ക് അംനീഷ്യ എത്ര ശതമാനം വരെ സുഖപ്പെടുത്താനാകുമെന്ന് അറിയാമല്ലോ. ഏറിയാൽ 65%. പക്ഷെ ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ഞാൻ നടത്തിയ ഈ ചികിത്സയെ പറ്റി എന്റെ വാക്കുകളല്ലേ മീനാക്ഷി വിശ്വസിക്കേണ്ടത്? ചികിത്സയെ പറ്റി അല്ല സർ ഞാൻ പറഞ്ഞത്. ഞാൻ നടത്തിയ ചില ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയാ. അപ്പോഴാ അങ്ങനോട് കള്ളം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് പോയി ഒരു മുതലയാരെ കണ്ടിരുന്നു. ഏത് മുതലയാര്? 10 വർഷം മുൻപ് ഈ ബ്ലാക്കും പത്രോസും ആ മുതലയാരുടെ കൂടെയായിരുന്നു. ദൈവതുല്യനായിട്ടാ ഞാൻ അങ്ങേ കാണുന്നത്. അന്ന് ചികിത്സ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചു. അങ്ങേ ഞാൻ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇങ്ങനൊരു ചതി അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ചതിയോ? എന്താ അസംബന്ധാണ് കുട്ടി പറയുന്നത്? വൈദ്യശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സമ്മതിച്ചു. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ? ദൈവം നാഥനായ വൈദ്യശാസ്ത്രമാണ് ആയുർവേദമെന്ന് എന്നെ പഠിപ്പിച്ചത് സാറാണ്. ആ വൈദ്യശാസ്ത്രത്തെയും പഠിച്ച ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും സാക്ഷി നിർത്തി സാറിന് പറയാമോ ഈ സത്യം അങ്ങേക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന്? പറയൂ സർ, അങ്ങേക്ക് അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു. പിന്നെ എന്നിൽ നിന്ന് എന്തിനിത് മറച്ചു വെച്ചു? എനിക്കതറിയണം. ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന അനാഥപ്രദങ്ങളുടെ കൂട്ടത്തില് ഒരാളുടെ വരാതിരിക്കാൻ. മനസ്സിലായില്ല. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നിനക്കൊരു ദുർമരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി.